നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നവരാത്രി അമ്മ ദുർഗയുടെ മഹോത്സവമാണ്. ഭക്തിയും വിശ്വാസവും നിറഞ്ഞ ഈ ദിവസങ്ങളിൽ വീട്ടിൽ ലളിതമായി ചെയ്യുന്ന ഒരുക്കങ്ങൾ അമ്മയുടെ അനുഗ്രഹം കുടുംബത്തിലേക്ക് കൊണ്ടുവരും. ഇനി നമുക്ക് നവരാത്രിക്ക് വേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച് നോക്കാം. നവരാത്രിക്ക് മുൻപ് വീടും പൂജാമുറിയും നന്നായി വൃത്തിയാക്കുക. പഴയ പൂക്കൾ, പൊടിപടലങ്ങൾ എന്നിവ നീക്കം ചെയ്ത് ഒരു ദൈവീക അന്തരീക്ഷം ഒരുക്കുക. ഒരു ശുദ്ധമായ കലശമെടുത്ത് വെള്ളം നിറച്ച് മുകളിൽ മാങ്ങയിലകളും തേങ്ങയും വയ്ക്കുക. കലശത്തിൻ്റെ സമീപം അമ്മയുടെ ചിത്രമോ വിഗ്രഹമോ പുസ്തകങ്ങളോ സ്ഥാപിക്കുക. നവരാത്രിയുടെ ആദ്യ ദിവസം തന്നെ കലശസ്ഥാപനം നടത്തുന്നത് ശ്രേഷ്ഠകരം. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദീപം തെളിയിക്കുക. കഴിയുന്നവർ അഖണ്ഡ ദീപം ഒരുക്കാം, അതായത് 9 ദിവസവും തുടർച്ചയായി തെളിയുന്ന ദീപം. താമര, തുളസി, ചെണ്ടുമല്ലി, ശംഖുപുഷ്പം തുടങ്ങിയ പൂക്കൾ സമർപ്പിക്കാം. ചന്ദനം, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങളും സമർപ്പിക്കാം. നൈവേദ്യത്തിനായി തേങ്ങ, പഴം, നെയ്പായസം തുടങ്ങിയവ ഒരുക്കാം. 9 ദിവസവും അമ്മയുടെ വ്യത്യസ്ത രൂപങ്ങൾ ആരാധിക്കാം. ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെ. ദുർഗ അഷ്ടകം, ലളിതാ സഹസ്രനാമം പോലുള്ള സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക. അമ്മ ദുർഗയുടെ നാമജപം ദിവസവും കുറച്ചു സമയമെങ്കിലും ചെയ്യുക. ഓരോ ദിവസവും ദേവിയുടെ നിറത്തിനനുസൃതമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശ്രേഷ്ഠകരം. ഉദാഹരണത്തിന് ആദ്യ ദിവസം വെളുത്ത വസ്ത്രം ധരിക്കാം. അവസാന 3 ദിവസങ്ങൾ സരസ്വതി പൂജയ്ക്കും പുസ്തക പൂജയ്ക്കും വേണ്ടി മാറ്റിവെക്കാം. വിജയദശമി ദിനത്തിൽ കുട്ടികൾ വിദ്യാരംഭം നടത്തുന്നത് വളരെ ശ്രേഷ്ഠകരം. ഇങ്ങനെ ലളിതമായി നവരാത്രി ഒരുക്കങ്ങൾ നടത്തി അമ്മ ദുർഗയെ ആരാധിച്ചാൽ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിറയും. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.